മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ പ്രവർത്തനം ലോകമെമ്പാടും തകരാറിലായി. സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ അപ്ഡേറ്റിന് പിന്നാലെയാണ് തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മുംബൈ വിമാനത്താവളത്തിലെയും ഡൽഹി വിമാനത്താവളത്തിലെയും ചെക്ക് ഇൻ പ്രവർത്തനത്തെ അടക്കം ബ്ലാക്ക് ഔട്ട് ബാധിച്ചു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, എന്ത് സാങ്കേതിക തകരാറ് മൂലമാണ് ഇത്തരത്തിൽ വിൻഡോസ് പണിമുടക്കിയത്? മോത്തി, പ്രധാനമായിട്ടും ഒരു സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രത്യേകിച്ചും ഈ സെൻട്രൽ US-ലൊക്കെ ആയിട്ട്. അവിടുത്തെ ഒരു ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് സംഭവിക്കുന്നു. ആ അപ്ഡേറ്റിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ഔട്ടേജ് വിൻഡോസിൻ്റെ, പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അസൂറിലടക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഔദ്യോഗിക വിശദീകരണമായിട്ട് നിലവിൽ എന്തായാലും വിൻഡോസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ലോകവ്യാപകമായിട്ട് വലിയൊരു ഔട്ടേജ് ഉണ്ടാകുന്നു, സെർവർ തകരാറിലാവുന്നു. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിനെ ആകെ ബാധിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ സഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്തായാലും ഇപ്പോൾ മൈക്രോസോഫ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ഒരു ഔട്ടേജ് എന്ന് പറയാൻ സാധിക്കും. ഇന്ത്യ, റഷ്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഓസ്ട്രേലിയയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചധികം ഗുരുതരമാണ്. വിമാന സർവീസുകളെയും ബാങ്കുകളെയും മീഡിയ ഫേമുകളെയും അതുപോലെ തന്നെ പല IT മേഖലയിലെ കമ്പനികളെ എല്ലാം തന്നെ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളെ ഈ ഔട്ടേജ് ബാധിച്ചിട്ടുണ്ട്, ഈ സെർവർ തകരാറ് ബാധിച്ചിട്ടുണ്ട്. ഒപ്പം ബ്രിട്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടക്കമുള്ള സർവീസുകളും ഇപ്പോൾ തകരാറിലാണ്. എല്ലാത്തിനും ഒരു മൂല കാരണം എന്ന് പറയുന്നത് നിലവിൽ എന്തായാലും ഈ മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ, ആ ഒരു ക്ലൗഡ് സിസ്റ്റത്തിൻ്റെ ഒരു തകരാറ്, സെർവറിൽ തകരാറ് സംഭവിച്ചത് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അത് സംബന്ധിച്ച് അത് തകരാറ് നന്നാക്കാൻ, പ്രത്യേകിച്ചും റീസ്റ്റാർട്ട് അടക്കം ചെയ്തുകൊണ്ട് ഈ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും ഇപ്പോൾ മൈക്രോസോഫ്റ്റ് കടന്നിട്ടുണ്ട്. നിലവിൽ സെൻട്രൽ US-ൽ മാത്രമാണ് ഈ തകരാർ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. വിമാന സർവീസുകളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഫ്രോണ്ടിയർ എയർലൈൻസും ഡെൽറ്റ എയർലൈൻസും എല്ലാ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന വിമാനങ്ങളെല്ലാം തന്നെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യയിൽ ഈ വിമാനങ്ങൾ ചെക്ക് ഇൻ സർവീസ് നടത്തുന്ന സമയത്ത് ഗോ നൗ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ആ ഗോ നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ വിൻഡോസിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതും തകരാറിലായ വാണിജ്യ വ്യവസായ രംഗത്ത്, വ്യോമ ഗതാഗത രംഗത്തൊക്കെ വിൻഡോസിന്റെ പ്രവർത്തനം നിലച്ചതോടെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അർജുൻ പീതാംബരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.